ഡിയർ സ്റ്റുഡൻസ്, ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BCOM BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോസ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കവർ ചെയ്തു. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് ആണ്. സോ ഫസ്റ്റ് യൂണിറ്റ് കാണാത്തവർ അത് പോയി കാണാം. ഓക്കെ, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു വാലിഡ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള എസെൻഷ്യൽസ് എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫ്ലോ ചാർട്ട് നോക്കുക. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ തന്നെ പോവാം. The essential elements of a valid contract can be summarized as follows. Essential elementsൻ്റെ ഒരു സമ്മറിയാണ് ഫസ്റ്റ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. നമുക്കറിയാം ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് നമ്മളെ ഒരു എഗ്രിമെൻറ്റിന് വേണ്ടി പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഓഫർ വെൻ അക്സെപ്റ്റഡ്, ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. ഓഫർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇത് നിനക്ക് വിറ്റു എന്ന് പറയാം, ഞാനിത് നിനക്ക് വിൽക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി വരെ ഞാനിത് സ്വീകരിച്ചു എന്നുള്ളത്, ഇതാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അഗ്രിമെൻറ്റ് ഇൻവോൾവ്സ് വാലിഡ് ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് വാലിഡ് അക്സെപ്റ്റൻസ് ബൈ അനദർ. ഈ ഒരു അക്സെപ്റ്റൻസും അതുപോലെ ഓഫറും വാലിഡ് ആവുന്ന സമയത്താണ് അവിടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു ടു പാർട്ടീസ് തമ്മിൽ ലീഗൽ റിലേഷൻഷിപ്പിലായിരിക്കണം. ഇൻറ്റൻഷൻ എമോങ് ദ പാർട്ടീസ് ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു സോഷ്യലോ ഡൊമസ്റ്റിക്കോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോരാ, കാരണം ഇത് ലീഗലി കൊണ്ടുപോകുന്ന ഒരു അഗ്രിമെൻ്റ് ആണ് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു ഫാദർ തൻ്റെ മകന് പ്രോമിസ് ചെയ്തിട്ടുള്ള പോക്കറ്റ് മണി നൽകാൻ വിട്ടുപോയി, കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു മകന് ഫാദറിൻ്റെ നേരെ ഒരു പരാതി കൊടുക്കാൻ കഴിയില്ല, കാരണം ഇതൊരു ഡൊമസ്റ്റിക് അറേഞ്ച്മെൻ്റ് ആണ്, ഇവരുടെ ഇടയിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അല്ല. ഓക്കെ, നെക്സ്റ്റ് കൺസെൻസസ് addendum. The mind of both the parties must be addendum. In other words, the two parties must have agreed upon the subject matter of the contract at the same time and in the same sense. ഈ ഒരു ടു പാർട്ടീസിൻ്റെയും മൈൻഡ് സെയിം ആയിരിക്കണം, സെയിം ടൈമിലായിരിക്കണം ആൻഡ് ദ സെയിം സെൻസിലായിരിക്കണം ഈ ഒരു കോൺട്രാക്റ്റ് അഗ്രി ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കോമ്പറ്റൻസി ഓഫ് പാർട്ടീസ്. ഈ ഒരു ടു പാർട്ടീസിനും വേണ്ടിയ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. ഇത് മൈനർ ആവാൻ പാടില്ല, മേജറായിരിക്കണം. അതായത് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം, നമ്മുടെ ഇന്ത്യൻ ലോ അനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ അൺസൗണ്ടഡ് മൈൻഡ് ആവാൻ പാടില്ല, സൗണ്ട് മൈൻഡ്, അതായത് ബോധപൂർവമുള്ള ഒരാളാവണം. പിന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്റ്റിംഗ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ആണ് ഫ്രീ കൺസെൻറ്റ്. ആൻഡ് അഗ്രിമെൻറ്റ് മസ്റ്റ് ഹാവ് ബീൻ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. ടു പാർട്ടീസിനും ആ ഒരു കൺസിഡറേഷൻ, അവർക്ക് ഇടയിൽ കൈമാറുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ധാരണ വേണം. ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് എക്സാമ്പിൾ പറഞ്ഞുതരാൻ, ₹2 lakhന് ഞാൻ നിങ്ങൾക്ക് ഒരു കാറ് വിൽക്കാം എന്ന് പറഞ്ഞു, അത് കാറ് ഞാൻ വിറ്റു, നിങ്ങൾ എനിക്ക് പൈസ തന്നു, ഇതൊരു വാലിഡ് കൺസെൻ്റാണ്. ഇനി ഫ്രീ കൺസെൻ്റ് അല്ലാത്തത് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ കൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ സൈൻ ഇടിയിപ്പിച്ചു, ഇവിടെ എൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കില്ല, ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കളവ് പറഞ്ഞതാണ്, ഇവിടെ ഫ്രോഡ് ആക്ടിവിറ്റിയാണത്. സോ ദ കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ. ഓക്കെ, ഈ ഒരു കൺസെൻറ്റ് ഫ്രീ ആവാതിരിക്കുക ഏതൊക്കെ കേസിലാണ്? കോയേഷന്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷന്, മിസ്റ്റേക്കൽ, ഇതൊക്കെ ഈ ഒക്കെ രീതിയിലാണ് കോൺട്രാക്റ്റ് നടക്കുന്നത് എങ്കിൽ ഇത് ഫ്രീ കൺസെൻറ്റ് അല്ല. നെക്സ്റ്റ് ലോഫുൾ കൺസിഡറേഷൻ. ഓൾ കോൺട്രാക്ട്സ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. ഒരു കൺസിഡറേഷൻ ഇല്ലാതെ, കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ ഫൗണ്ടേഷൻ ആണ് അല്ലേ, അപ്പം ലോഫുൾ ആയിട്ടുള്ള കൺസിഡറേഷൻ ആയിരിക്കണം. നെക്സ്റ്റ് ലോഫുൾ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഓഫ് ദ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എന്തുകൊണ്ടാണ് വൈ ദ കോൺട്രാക്റ്റ് ഈസ് ബീയിങ് മെയ്ഡ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയത്, അത് ലോഫുൾ ആയിരിക്കണം.
ഓക്കെ, അതായത് ഗാംബ്ലിംഗ് ഹൗസ് വാങ്ങിയത് ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ലോഫുൾ അല്ലല്ലോ, അതായത് നിയമത്തിനെതിരായിട്ടുള്ളൊരു കാര്യമല്ലേ. സോ അത് പറ്റൂല. നോട്ട് ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ദ അഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് to be expressly void. Agreements mentioned in section 24 to 30 has been expressly declared to be void. സെക്ഷൻ 24 to 30 വരെ ഉള്ളതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കോൺട്രാക്റ്റ് കൊണ്ടുപോകാൻ പറ്റൂല. അതായത് അതിൽ ഉൾപ്പെടുന്നതാണ് അഗ്രിമെൻ്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് മാരേജ്, അഗ്രിമെൻ്റ് ഇൻ റിസ്ട്രെയിൻ ഓഫ് ട്രേഡ്. ഒരു ട്രേഡ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, മാരേജ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, ഒരു റിലേഷൻഷിപ്പ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അഗ്രിമെൻറ്റ് അത് വോയിഡാണ്, വാലിഡ് അല്ല. ഓക്കെ. സെർട്ടൈനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് മസ്റ്റ് ബി precise and certain. It cannot be left vague. The terms of the agreement must also be capable of performance. ഈ ഒരു കോൺട്രാക്റ്റിൽ എന്തൊരു കോൺട്രാക്റ്റിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാര്യം പെർഫോം ചെയ്യാൻ ക്യാപ്പബിൾ ആയിരിക്കണം പാർട്ടി. ഓക്കെ. ആൻ അഗ്രിമെൻറ്റ് ടു ഡു ആൻ ഇമ്പോസിബിൾ ആക്ട് കനോട്ട് ബി എൻഫോഴ്സ്ഡ്. ഓക്കെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആണെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. ദെൻ ലീഗൽ ഫോർമാലിറ്റീസ് അനുസരിച്ചായിരിക്കും നമ്മളെ കോൺട്രാക്റ്റ്. അതായത് ആൻ ഓറൽ കോൺട്രാക്റ്റ് ഈസ് എ പെർഫെക്റ്റ്ലി വാലിഡ് കോൺട്രാക്റ്റ്. ഒരു ഓറൽ കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് തന്നെയാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വേർ റൈറ്റിങ്ങും രജിസ്ട്രേഷനും വേണ്ടി സ്ഥലത്ത് അത് എക്സെപ്ഷൻ കേസാണ്. അതായത് ഓറൽ കോൺട്രാക്റ്റ് മാത്രം പോരാ. ഇൻ ഇന്ത്യൻ റൈറ്റിംഗ് ഈസ് എ റിക്വയർഡ് ഇൻ കേസ് ഓഫ് സെയിൽസിൻ്റെ കാര്യം, മോർഗേജ്, ലീസ്, ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി. ഈ ഒരു കാര്യത്തിലൊക്കെ ഓറൽ കോൺട്രാക്റ്റ് പോരാ, റൈറ്റിംഗ് റിക്വയർഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. നമ്മളിപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ്, സമ്മറിയാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞതായിരുന്നു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. സെയിം കാര്യമാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. സോ ഓഫർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാനിത് വിൽക്കുന്നു, ഞാൻ ഇത് വിൽക്കാൻ വില്ലിങ് ആണ് എന്ന് പറയുന്നതിനാണ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ. ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ ഈസ് കാൾഡ്. ഈ ഒരു ഓഫർ നൽകുന്ന ആളെ പേരാണ് ഓഫറർ ഓർ പ്രൊപ്പോസർ. ദ പേഴ്സൺ ടു ഹൂം ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് കാൾഡ് ഓഫറി ഓർ പ്രൊപ്പോസി. ആരോടാണോ ഈ പ്രൊപ്പോസൽ കൊടുത്തത്, ഈ ഒരു ഓഫർ കൊടുത്തത്, അവരുടെ പേരാണ് ഓഫറി. ആരാണോ ഈ പ്രൊപ്പോസൽ കൊടുത്തത് അവരുടെ പേരാണ് ഓഫറർ. ഓക്കെ. എസെൻഷ്യൽ റൂൾസ് റിഗാർഡിങ് എ വാലിഡ് ഓഫർ. വാലിഡ് ഓഫറിൻ്റെ റൂൾസാണ്. ഇറ്റ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻസ്. ഈ ഒരു ഓഫറിന് ലീഗൽ റിലേഷൻ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി വേണം. ഓക്കെ, കാപ്പബിൾ ആയിരിക്കണം. വൺസ് ദ ഓഫറി അക്സെപ്റ്റ് ദ ഓഫർ, ദ ഓഫറർ ക്യാൻ റിവേഴ്സ് ഹിസ് ഓഫർ ആൻഡ് ഈസ് ലിയബിൾ ടു പെർഫോം ഹിസ് പാർട്ട്. അതായത് ഓഫർ കൊടുത്തതിന് ശേഷം വേറെ മറ്റൊരു പാർട്ടി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ ഈ ഒരു ഓഫററിന് പറ്റൂല. ഓക്കെ, അദ്ദേഹം അവൻ്റെ പെർഫോമൻസ് അവിടെ കാണിക്കണം. ഇഫ് ദ ഓഫറർ ഡസ് നോട്ട് ഹാവ് ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഓഫർ. ഓക്കെ, ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ അയാൾക്ക് ഇല്ലെങ്കിൽ ഇതൊരു വാലിഡ് ഓഫർ അല്ല. നെക്സ്റ്റ് റൂളാണ് ഓഫർ മസ്റ്റ് ബി സെർട്ടൈൻ ആൻഡ് definite. The terms in the offer should be very specific and not vague. Both the parties should understand the meaning and be clear about the legal consequences arising out of the offer. ഈ ഒരു ഓഫറിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ധാരണ വേണം, സെർട്ടൈൻ ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഈ ഒരു ഓഫറിനോട്, ആർക്കാണോ ഓഫർ ചെയ്യുന്നത് അയാളോട് ഓഫറർ
കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദർ ക്യാൻ ബി നോ ഓഫർ ബൈ എ പേഴ്സൺ ടു ഹിംസെൽഫ്. സ്വന്തം ഓഫർ ചെയ്യാൻ കഴിയില്ലല്ലോ. ദർ മസ്റ്റ് ബി ആൾവേസ് ആൻ ഓഫർ എന്തായാലും ഉണ്ടാവണം. ഓഫർ ഷുഡ് ബി പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം. നോ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ലെഡ്സ് ടു ദ അക്സെപ്റ്റൻസ് ഓഫ് ദ സെയിം. നോ അക്സെപ്റ്റൻസ് ഓഫ് ദ സെയിം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ അക്സെപ്റ്റൻസ് ഇല്ലാത്ത പോലെയാണ്. ഓക്കെ. ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ദ വ്യൂ ഓഫ് ഒബ്റ്റെയിനിങ് ദ അസെൻറ്റ് ഓഫ് ദ അതർ പാർട്ടി. മറ്റുള്ള അതർ പാർട്ടിൻ്റെ അസെൻറ്റ്, സമ്മതം ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഓഫർ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ആൻ ഓഫർ മേ ബി കണ്ടീഷണൽ. ചില ഓഫറിൽ കണ്ടീഷൻസ് ഉണ്ടാവും. അതായത് ആൻ ഓഫർ ക്യാൻ ബി മെയ്ഡ് സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ. ഇൻ ദാറ്റ് കേസ്, ആ ഒരു കേസിൽ ഈ ഒരു ഓഫറി ആരോടാണോ ഓഫർ ചെയ്തത് അയാൾ ആ ഒരു കണ്ടീഷനും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അല്ലാത്ത പക്ഷം അവിടെ കോൺട്രാക്റ്റ് ഇല്ല. മനസ്സിലായില്ലേ? അതായത് എക്സാമ്പിൾ നോക്കാം. അനിൽ 50,000 രൂപയ്ക്ക് തൻ്റെ കാറ് വിൽക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അവനൊരു കണ്ടീഷൻ വെച്ചു, വിത്തിൻ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ₹10,000 10,000 അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. ഇനി ഈ ഒരു കേസിൽ ഓഫറ് ആ ഒരു 10,000 രൂപ അഡ്വാൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കോൺട്രാക്റ്റ് ഇല്ല. നെക്സ്റ്റ്, ലാപ്സ് ഓഫ് ആൻ ഓഫർ. ആൻ ഓഫർ ലാപ്സസ് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവുക. ഈ ഒരു ഓഫർ എപ്പോഴൊക്കെയാണ് സ്റ്റോപ്പ് ആവാന്ന് നോക്കുക. ഇഫ് എയ്തർ ഓഫറർ ഓർ ഓഫറി ഓർ ബോത്ത് ഡേയ്സ് ബിഫോർ അക്സെപ്റ്റൻസ്. അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തിൻ്റെ മുമ്പായിട്ടാണ് ഈ ഒരു ഓഫറർക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ. സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഇത് ലാപ്സ് ആവും. പിന്നെ റിവോക്കേഷൻ വേണം. ക്യാൻസൽ ചെയ്യലോട് കൂടിയും ഇത് ലാപ്സ് ആവും. വാലിഡ് അക്സെപ്റ്റൻസ് ഈ ഒരു ഓഫറി കാണിച്ചിട്ടില്ലെങ്കിൽ ലാപ്സ് ആവും. ഓക്കെ. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് ഓഫേഴ്സ് ആണ്. ഓഫറിൻ്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ്, എക്സ്പ്രസ് ഓഫർ. പേര് പോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുക. സ്പോക്കൺ ആയിട്ടോ റിട്ടേൺ ആയിട്ടോ ഓഫറിനെ എക്സ്പ്രസ് ചെയ്യുക. ആ ഒരു ഓഫറിനാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാതെ പ്രവർത്തനങ്ങൾ വഴിയോ സർക്കംസ്റ്റാൻസസ് വഴിയോ ഓഫർ ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കലി ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഉള്ളിടത്ത് വെച്ചിട്ട് ഓഫർ ചെയ്യുക. ഈ ഒരു സമയത്ത് ആർക്ക് വേണമെങ്കിലും ഓഫർ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, സ്പെസിഫിക് ഓഫർ വിച്ച് ഈസ് മെയ്ഡ് ടു എ സ്പെസിഫിക് ഓർ എ സെർട്ടൈൻ പേഴ്സൺ. ഒരു സെർട്ടൈൻ പേഴ്സണിനായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പേഴ്സണ് മാത്രമേ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാനും പാടുള്ളൂ. നെക്സ്റ്റ്, കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ ഓഫർ ബൈ ദ ഓഫറിയാണ് ഈ ഒരു കൗണ്ടർ ഓഫർ കൊണ്ടുവരുന്നത്. ടെർമിനേറ്റ്സ് ദ ഒറിജിനൽ ഓഫറർ ഓഫർ ചെയ്തിരുന്ന ആ ഒരു ഒറിജിനൽ ഓഫറിനെ ടെർമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ഓഫർ ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ്, ക്രോസ് ഓഫർ വേർ 2 parties മേക്ക് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ. ഇവിടെ ബോത്ത് പാർട്ടീസും ഓഫർ ചെയ്യുക. അതായത് ആ ഒരു ഓഫർ മറ്റൊരു ഓഫറിനെ തൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ടിൻ്റെ ഓഫറിനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അവിടെ കോൺട്രാക്റ്റ് സാധ്യമല്ല. നെക്സ്റ്റ്, സ്റ്റാൻഡിങ് ഓഫർ വെൻ ആൻ ഓഫർ ഈസ് അലൗഡ് ടു റിമെയിൻ ഓപ്പൺ ഫോർ അക്സെപ്റ്റൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിനേക്ക്, അതായത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ടൈം കൊടുക്കുകയാണ്. ഇന്ന സമയം വരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും കാലം ഇങ്ങനെ നിർത്തുന്ന ആ ഒരു ഓഫറിനാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫറാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഇതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വെൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ഈസ് കംപ്ലീറ്റ്. എപ്പോഴാണ് ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷന് കംപ്ലീറ്റ് ആവുക? സെക്ഷൻ 4 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് സേസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൻ ഓഫർ ഈസ് കംപ്ലീറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. വെൻ ദ ലെറ്റർ കണ്ടെയ്നിങ് ദ ഓഫർ റീച്ചസ് ദ ഓഫറിൻ്റെ അടുത്ത് എപ്പോഴാണോ ഈ ഒരു ഓഫറിനെ കുറിച്ചിട്ടുള്ള നോളേജ് എത്തുന്നത്, അപ്പോഴാണ് ഓഫറിനെ കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ്,
acceptance when the person to whom the proposal is made signifies his assent. It is an acceptance of the proposal. An acceptance must be communicated to the offerer in order to complete the acceptance. The acceptor should be something to signify his intention to accept. Acceptance എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓഫറി, ആർക്കാണോ ഓഫർ കൊടുത്തത് ആ ഒരു ഓഫറി തൻ്റെ സമ്മതത്തെ അറിയിക്കുന്നതിനാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു അക്സെപ്റ്റൻസ് ഓഫററും ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓഫററെ, അതായത് ആരാണോ ഓഫർ നൽകിയത് അവരെ അറിയിക്കണം. ഓക്കെ. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് അക്സെപ്റ്റൻസ്. ഈ ഒരു അക്സെപ്റ്റൻസ് വാലിഡ് ആവണമെങ്കിലുള്ള എസെൻഷ്യൽസ് ആണ്. ഇറ്റ് മസ്റ്റ് ബി ഗിവൺ ബൈ ദ ഓഫറി. അതായത് ആർക്കാണോ ഈ ഒരു ഓഫർ നൽകപ്പെട്ടത് അയാൾ തന്നെ ആവണം ഈ ഒരു അക്സെപ്റ്റൻസ്, ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തിരിക്കേണ്ടത്. ഇറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ് ബൈ അനദർ പേഴ്സൺ വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഓഫറർ. ഓക്കെ. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ. കണ്ടീഷൻസ് ഒന്നുമില്ലാത്ത അക്സെപ്റ്റൻസ് ആയിരിക്കണം. അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഓഫർ ചെയ്തത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അല്ലാത്ത പക്ഷം അത് കൗണ്ടർ ഓഫർ ആവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഒറിജിനൽ ഓഫറിനെ മുറിച്ചുകൊണ്ടാണ് ഈ ഒരു കൗണ്ടർ ഓഫർ വരുന്നത് എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി എ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഇഫ് ദ ഓഫറർ in his offer has prescribed in particular manner of acceptance. ഇത് ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓഫറർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറർ. ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഓഫററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഒന്നെങ്കിൽ റിട്ടേൺ ആയിട്ടോ സ്പോക്കൺ ആയിട്ടോ അത് എക്സ്പ്രസ് ചെയ്യണം. അതിനാണ് എക്സ്പ്രസ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ ഇത് അറിയിക്കണം. അതിനാണ് ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഇത് നിർണ്ണയിക്കപ്പെട്ട ആ ഒരു ടൈമിനുള്ളിലാവണം ഈ ഒരു അക്സെപ്റ്റൻസ് നടക്കുന്നത്, ഓഫറിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അങ്ങനൊരു സമയം നൽകിയിട്ടില്ലെങ്കിൽ വിത്തിൻ അങ്ങനത്തെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, ദ അക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ പ്രൊപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ഓഫർ. ഓഫർ നൽകുന്ന സമയത്ത് തന്നെ ഈ ഒരു പ്രൊപ്പോസലിനെ, ഈ ഒരു ഓഫറിനെ കുറിച്ച് അക്സെപ്റ്റർ, ഈ ഒരു ഓഫറി അവെയർ ആയിരിക്കണം. ഓക്കെ. അറ്റ് ദ ടൈം ഓഫ് അക്സെപ്റ്റൻസ് ദ ഓഫറി ഷുഡ് ഹാവ് നോളേജ് അബൌട്ട് ദ ഓഫർ. ഓഫറിനെ കുറിച്ചുള്ള നോളേജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദ ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദ ഓഫർ ഈസ് റിവോക്ഡ്. ഈ ഒരു ഓഫർ അവസാനിക്കുന്നതിന് മുമ്പ്, സ്റ്റോപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു അക്സെപ്റ്റൻസ് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് എന്തിൻ്റെ മുമ്പായിരിക്കണം? ലാപ്സ് ആവുന്ന ഈ ഒരു ഓഫർ സ്റ്റോപ്പ് ആവുന്നതിൻ്റെ മുമ്പ് ആയിരിക്കണം. നെക്സ്റ്റ്, അക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം ദ സൈലൻസ്. എ ജനറൽ റൂൾ ഈസ് ദാറ്റ് സൈലൻസ് കനോട്ട് അമൗണ്ട് ടു ദ അക്സെപ്റ്റൻസ്. സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നതിലൂടെ അക്സെപ്റ്റൻസ് ഉണ്ടാവുന്നില്ല. ഹൂ മേ അക്സെപ്റ്റ് ആൻ ഓഫർ. ഓഫർ ആർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൻ ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ബൈ ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. ആർക്കാണോ ഓഫർ ചെയ്തിട്ടുള്ളത്, അതായത് ഓഫറി അവർക്കേ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗവർ എ ജനറൽ ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എനി പേഴ്സൺ. ജനറൽ ഓഫർ ആണെങ്കിൽ, പബ്ലിക്കിലേക്കുള്ള ഓഫർ ആയിരുന്നു എങ്കിൽ ആ ഒരു ഓഫറിനെ ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. ആ ഓഫർ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. ദ റൂൾസ് കൺസേണിങ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഹാവ് ടു ബി സ്റ്റഡീഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഓഫറർ ആസ് വെൽ ആസ് ഓഫറി, ബിക്കോസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് അറ്റ് ഡിസിമിലർ ടൈം ഓഫ് ദ ഓഫറർ ആൻഡ് ദ ഓഫറി. കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഓഫറിനെ അറിയിക്കുന്നതാണ് അല്ലേ.
ഓക്കെ, ദെൻ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് അക്സെപ്റ്റൻസ് ഓഫററെ അറിയിക്കാം, ഏതൊക്കെ രീതിയിൽ അറിയിക്കാം എന്നുള്ളതാണ്. സെക്ഷൻ 3 ഓഫ് ആക്ട് പ്രകാരം 2 മോഡ്സ് ആണുള്ളത് കമ്മ്യൂണിക്കേഷൻ, അക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷന്. ഒന്ന് ബൈ എനി ആക്ട്, ഓർ രണ്ടാമത്തത് ബൈ ഒമിഷൻ. Okay, communication by act would be include any expression of words, whether written or oral. ഓറൽ ആയിട്ടോ റിട്ടൺ ആയിട്ടോ എക്സ്പ്രസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ ബൈ ആക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ബൈ ഒമിഷൻ ടു ഡു സംതിങ്. സച്ച് ഒമിഷൻ ഈസ് കൺവേഡ് ബൈ എ കണ്ടക്ട് ഓർ ബൈ ഫോർബിയറൻസ് ഓൺ ദ പാർട്ട് ഓഫ് വൺ പേഴ്സൺ ടു കൺവേ ഹിസ് വില്ലിങ്നെസ് ഓർ അസെൻറ്റ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സമ്മതം ഓർ വില്ലിംഗ് ആണ് എന്ന് കാണിക്കാൻ അദ്ദേഹം നടത്തുന്ന പ്രവൃത്തിയിലൂടെയോ ഫോർബിയറൻസ്, അതായത് സഹനത്തിലൂടെയോ അക്സെപ്റ്റൻസ് നടക്കാം. അതായത് അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹം ഇൻറ്റൻറ്റ് ചെയ്യുന്നത് എന്താണ്, മനസ്സിൽ കരുതുന്നത് ഇത് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ സഹനത്തിലൂടെ നമുക്ക് ഈ ഒരു അക്സെപ്റ്റൻസ് മനസ്സിലാക്കാം. പക്ഷേ സൈലൻ്റ് മാത്രമാണെങ്കിൽ ഇത് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ബൈ കണ്ടക്റ്റ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്, ആക്ഷൻ ഷോ അക്സെപ്റ്റൻസ്. ആക്ഷൻസിലൂടെയാണ് ഈ ഒരു അക്സെപ്റ്റൻസ് കാണിക്കുന്നത്. അതായത് നമ്മളൊരു ബസ്സിൽ കയറിയിരിക്കുകയാണെങ്കിൽ ആ ഒരു ബസ്സിലുള്ള കണ്ടക്ടർക്ക് അറിയാം അല്ലേ, നമ്മുടെ ആക്ഷൻസിലൂടെയാണ് ഈ ഒരു അക്സെപ്റ്റൻസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വേർ എ പ്രൊപ്പോസൽ ഈസ് അക്സെപ്റ്റഡ് ബൈ എ ലെറ്റർ സെൻഡ് ബൈ ദ പോസ്റ്റ്. വെൻ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ആൻഡ് ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ വെൻ ദ ലെറ്റർ റീച്ചസ് ദ പ്രൊപ്പോസർ. ഈ ഒരു പ്രൊപ്പോസർ എടുത്ത് ഈ ഒരു ലെറ്റർ എത്തുകയും ചെയ്താൽ, അതായത് സമ്മതമാണ് എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസിൻ്റെ ലെറ്റർ എത്തുകയും ചെയ്താൽ ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ്, അക്സെപ്റ്റൻസ് ഓവർ ടെലിഫോണിലൂടെയോ ടെലക്സ് ഓർ ഫാക്സ്. The contact is only complete when the acceptance is received by the offerer and the contract is made at the place where the acceptance is received. In the case of all കോൾ ഡ്രോപ്സ്, അതായത് മിസ് കോൾസ് ആണെങ്കിലോ അല്ലെങ്കിൽ ലൈന് കട്ടാവുകയോ എന്തോ ചെയ്യുകയാണെങ്കിലോ അവിടെ ഒരു വാലിഡ് കോൺട്രാക്റ്റ് നടക്കുകയില്ല. അതായത് ഈ ഒരു ടെലിഫോണിലൂടെയാണ് അക്സെപ്റ്റൻസ് അറിയിക്കുന്നത് എങ്കിൽ ഓഫറർ അത് റിസീവ് ചെയ്യുന്നത് വരെ ഇത് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുകയില്ല. ഓക്കെ, നെക്സ്റ്റ്, റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. റിവോക്കേഷൻ ഓഫ് ഓഫർ എന്താണ്? ഓഫർ റിവോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആസ് പെർ സെക്ഷൻ 5 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 5 പ്രകാരം എ പ്രൊപ്പോസൽ മേ ബി റിവോക്കഡ് അറ്റ് any time before the communication of its acceptance is complete as against the proposer but not afterward. അതായത് ഈ ഒരു പ്രൊപ്പോസൽ നടത്തിയതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രൊപ്പോസർക്ക് ഈ ഒരു ഓഫറിനെ റിവോക്ക് ചെയ്യാൻ പറ്റും. ആൻ ഓഫർ ക്യാൻ ബി റിവോക്ക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഹാസ് ബീൻ പോസ്റ്റഡ്. ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് വരുന്നതിന് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പം വേണമെങ്കിലും പ്രൊപ്പോസറിന് ഓഫർ റിവോക്ക് ചെയ്യാം. ഓക്കെ, മോഡ്സ് ഓഫ് റിവോക്കേഷൻ ഓഫ് ഓഫർ ബൈ നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. നോട്ടീസിലൂടെ, അതായത് അനിൽ റിവോക്ക്ഡ് ദ ഓഫർ ടു ബിനു ബൈ ഇൻഫോമിങ് ബിനു ഓവർ ദ ടെലിഫോൺ ആൻഡ് സോൾഡ് ഗുഡ്സ് ടു വിനയ്ക്ക് ഗുഡ്സ് സോൾഡ് ചെയ്യുന്നതോടുകൂടി അനിലും ബിനുവും തമ്മിലുള്ള അനിൽ ബിനുവിന് ചെയ്തിരുന്ന ആ ഒരു ഓഫർ അവിടെ റിവോക്കേറ്റ് ചെയ്യാണ്. ബൈ ലാപ്സ് ഓഫ് ടൈം, സമയം കയ്യലോടുകൂടി റിവോക്കേറ്റ് ആവാം. ദ ടൈം ഫോർ അക്സെപ്റ്റൻസ് ക്യാൻ ലാപ്സ് ഇഫ് ദ അക്സെപ്റ്റൻസ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ ദ സ്പെസിഫിക് ടൈം. ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അക്സെപ്റ്റൻസ് നടന്നിട്ടില്ലെങ്കിൽ ലാപ്സായി പോവും. അപ്പോൾ അവിടെ റിവോക്കേറ്റ് സംഭവിക്കും. വേർ നോട്ട് ടൈം ഈസ് സ്പെസിഫൈഡ് ദെൻ വിത്തിൻ എ റീസണബിൾ ടൈം. ഒരു റീസണബിൾ ടൈമിൽ, എവിടെ സ്പെസിഫൈഡ് ടൈം ഇല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിൽ ഇത് ലാപ്സായി പോവും. അതോടുകൂടി റിവോക്കേഷൻ സംഭവിക്കും. ബൈ നോൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ പ്രസിഡൻറ്റ്, വേർ ദ അക്സെപ്റ്റർ ഫെയിൽസ് ടു ഫുൾഫിൽ
എ കണ്ടീഷൻ. അക്സെപ്റ്റർ ആ ഒരു ഓഫറിലുള്ള കണ്ടീഷന് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും റിവോക്കേഷൻ സംഭവിക്കും സെക്ഷൻ 6 പ്രകാരം. ഓക്കെ, കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 6 പ്രകാരം അക്സെപ്റ്റർ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് റിവോക്കേറ്റ് ആവും. ഓക്കെ, ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രൊപ്പോസർ. ഈ ഒരു ഓഫർ ചെയ്ത ആളുടെ ഡെത്തോ ഇൻസാനിറ്റിയോ കാരണം കൊണ്ടും ഈ ഒരു റിവോക്കേഷൻ സംഭവിക്കും. ബൈ കൗണ്ടർ ഓഫർ. അതായത് കൗണ്ടർ ഓഫർ എന്തായിരുന്നു? ഒറിജിനൽ ഓഫറിനെ തകർക്കുന്നതായിരുന്നു അല്ലേ. അതായത് ഓഫറർ പ്രൊപ്പോസർ ഒരു ഓഫർ കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരായിട്ട് കൗണ്ടർ ചെയ്തിട്ട് ഒരു ഓഫർ വരുന്ന സമയത്ത് ആദ്യത്തെ ഒറിജിനൽ ഓഫർ അവിടെ റിവോക്കേറ്റ് ആവുകയാണ്. ബൈ സബ്സീക്വൻറ്റ് ഇല്ലീഗാലിറ്റി. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓഫർ മെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇത് ലീഗലായിരുന്നു, പക്ഷേ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഓഫർ ചെയ്യുന്നത് ഇല്ലീഗലായി മാറുകയാണ്. അപ്പോഴും റിവോക്കേഷൻ സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എങ്ങനെയാണ് റിവോക്കേറ്റ് ആവുക എന്നുള്ളത്. സെക്ഷൻ 5 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ഫർദർ ഗിവ്സ് ദാറ്റ് ആൻ അക്സെപ്റ്റൻസ് മേ ബി റിവോക്കഡ് അറ്റ് എനി ടൈം ബിഫോർ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ അക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ ബട്ട് നോട്ട് ആഫ്റ്റർവേർഡ്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിവോക്കേറ്റ് ചെയ്യാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം. വൺസ് ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് റീച്ചസ് ദ ഓഫററിൻ്റെ അടുത്ത് അക്സെപ്റ്റൻസിൻ്റെ ലെറ്റർ എത്തിക്കഴിഞ്ഞാൽ ദ അക്സെപ്റ്റൻസ് കനോട്ട് ബി റിവോക്കഡ്. പിന്നീട് ആ ഒരു അക്സെപ്റ്റൻസിനെ റിവോക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ നമ്മളൊരു ടോപ്പിക്ക് വിട്ടിരുന്നു ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ട്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? എ പ്രൊപ്പോസൽ മെയ്ഡ് വിത്ത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് ഇഫ് അക്സെപ്റ്റഡ്. ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത്. പക്ഷേ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. ഓഫർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. ഇവിടെ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ബിക്കംസ് എ കോൺട്രാക്ട് വെൻ അക്സെപ്റ്റഡ്. ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യലോടുകൂടി ഇതൊരു കോൺട്രാക്റ്റായി മാറുകയാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഇറ്റ് ഡസ് നോട്ട് ബിക്കം എ കോൺട്രാക്റ്റ്. ഇത് കോൺട്രാക്റ്റ് ആവുന്നില്ല. ഇത് ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യലോടുകൂടി ഇതൊരു ഓഫറായിട്ട് മാറുന്നുണ്ട് മാത്രം. പിന്നെ ദ ഓഫറർ വാണ്ട് ടു ബി ബോണ്ട് ആസ് സൂൺ ആസ് ദ ഓഫർ അക്സെപ്റ്റ്. ഓഫർ എപ്പോഴാണോ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഓഫറർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇൻവിറ്റേഷൻ ടു ഓഫറിൽ ദ പാർട്ടി ഈസ് ഇൻവൈറ്റിംഗ് ഓഫർ ടു ചൂസ് ഫ്രം. ഓക്കെ, ദെൻ അക്സെപ്റ്റൻസ് ലെഡ്സ് ടു ബി ബൈൻഡിങ് കോൺട്രാക്റ്റ്. ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ കോൺട്രാക്റ്റ് ബൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻവിറ്റേഷൻ ടു ഓഫറിൽ അവിടെ ഒരു ഓഫർ, ആ ഒരു റെസ്പോൺസിലൂടെ ഓഫറാണ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ ഓഫർ ടു സെൽ മൈ കാർ ഫോർ ₹2 lakh. ഇതാണ് ഒരു ഓഫർ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്നതാണ്, ഞാൻ നിനക്ക് 2 ലക്ഷത്തിന് എൻ്റെ കാറ് വിൽക്കാം എന്ന് പറയുന്നതാണ് ഓഫർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാർ ഒരു ഷോറൂമിൽ പ്രൈസ് ടാഗോട് കൂടി ഡിസ്പ്ലേ ചെയ്ത് വെച്ചതാണെങ്കിൽ അതാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇത് ഓഫർ ചെയ്യാനുള്ളൊരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, ലീഗൽ എഫക്റ്റ് ക്രിയേറ്റ്സ് ലീഗൽ ഒബ്ലിഗേഷൻ ഇഫ് അക്സെപ്റ്റഡ്. ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യലോടുകൂടി അതൊരു കോൺട്രാക്റ്റായി മാറുകയാണ്. കോൺട്രാക്റ്റ് ആവുന്നതോടുകൂടി ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇൻവിറ്റേഷൻ ടു ഓഫറിൽ നോ ലീഗൽ എഫക്ട്സ് അൺലെസ് എ വാലിഡ് ഓഫർ ഈസ് മെയ്ഡ് ആൻഡ് അക്സെപ്റ്റഡ്. ഇതാരാണ് മേക്ക് ചെയ്യുക? മെയ്ഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഇതൊരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക്, ഓഫറർ ഓഫറിക്കാണ് മേക്ക് ചെയ്യുന്നത്. ദെൻ ഇൻവിറ്റേഷൻ ടു ഓഫർ മെയ്ഡ് ടു ദ ജനറൽ പബ്ലിക്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവിറ്റേഷൻ ടു ഓഫർ. ഓർ ഗ്രൂപ്പ് ടു ഇൻവൈറ്റ് ഓഫേഴ്സ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനോ പബ്ലിക്കിനോ
ഉണ്ടാക്കുന്നതാണ് ഈ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാം. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.